ഹായ് ഗൈസ്, എങ്ങനെ വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞുതരാം. അതിനാദ്യമായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ചിക്കൻ കുനുകുന അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, നമ്മുടെ സാധാരണ മുളക് പൊടി ഉണ്ടല്ലോ, സാധാരണ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടി, ഗരം മസാല, പിന്നെ നമുക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അതൊരു ടേസ്റ്റിനാണ്, അത് ഓപ്ഷണലാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പിയാണ്. നിങ്ങൾ ഏതാണോ എടുക്കുന്നത് അതിൻ്റെ മസാല കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇപ്പിയുടെ മസാലയാണ്, സോ അത് ഞാൻ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മുടെ ഈ ഇപ്പി ഉണ്ടല്ലോ, നൂഡിൽസ് ഇട്ടൊന്ന് കുറച്ച് മസാല ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ടിത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കണം. ഇത് നല്ലപോലെ തിളച്ച് വരുമ്പം ആ വെള്ളം നമ്മളങ്ങ് അരിച്ച് കളയുകയാണ് ചെയ്യുന്നത്. സോ ഇതേപോലെ ഒന്ന് വന്നതിന് ശേഷം നമുക്കിതങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ അതേ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ സൈഡിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ, അത് അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതായത് ചെറിയൊരു ബ്രൗൺ കളർ മതി. ഇത് ചെറിയ പീസായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. സോ അപ്പോൾ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഉണ്ടല്ലോ, ഏതാണെന്ന് വെച്ചാൽ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാലും അതൊന്ന് വറ്റി വരണം, കാരണം ഇതിൻ്റെ ആ ഒരു മസാലയൊക്കെ ആ ഇപ്പിയിൽ നല്ലപോലെ ഇറങ്ങി വരണം. അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. സോ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും. ഇതാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.